ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മാർച്ച് 8 എടുത്ത വീഡിയോ ആണ് കേട്ടോ. വനിതാ ദിനത്തിന് പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ തറവാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ തറവാട്ടിൽ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടുന്ന റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ JCB മാന്തി പൈപ്പൊക്കെ ഇട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ പോലെ തന്നെ JCB കൊണ്ട് ആരോ ഒന്നും നോക്കാത്തല്ലേ. ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും കുറേ പേര് കാണാനൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇനി എന്നാ വെള്ളം ഇതിൽ വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ചക്കറി നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പച്ചക്കറി നനയ്ക്കുകയും ചെയ്യണം. ഇന്ന് കുറച്ച് വളമൊക്കെ ഇടാമെന്ന് വിചാരിച്ചാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വഴുതന പെട്ടെന്നൊരു ദിവസം തലേദിവസം നനച്ചു ഉണ്ട്. വൈകുന്നേരം ഞങ്ങൾ പോയി പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു വാടിയതുപോലെയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് വേഗം തന്നെ ചേട്ടി പറിച്ച് കളഞ്ഞേ. വാട്ടരോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേഗം പറിച്ച് കളഞ്ഞു. വേറെ ചെടികൾക്കൊക്കെ ആയാലോ എന്ന് ഓർത്തിട്ട് വേഗം പറിച്ച് കളഞ്ഞേ. അതാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉഷാറായി നിന്ന വഴുതന ചെടിയായിരുന്നേ. പൂവിട്ട് തുടങ്ങിയായിരുന്നു അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം പറിച്ചളിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പറിച്ചളിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ചീരയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇനി ആരോടെങ്കിലും ചോദിക്കണം അതിനുള്ള മരുന്നെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ പയറിനും ഒരു ചെറിയൊരു വാട്ടമുണ്ട്. എന്താവും എന്തോ, കുറേ കഷ്ടപ്പെട്ടൊക്കെ നട്ടതാണ്. അപ്പോൾ പോവോ അറിയത്തില്ല. അങ്ങനെ പക്ഷേ ബാക്കിയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉഷാറായിട്ട് പൂടാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വളമിട്ട് ജൈവവളം ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇടുന്നത് സൂപ്പർ മീലാണ് കേട്ടോ, ജൈവവളം. അത് കുറച്ചിട്ട് തടമൊക്കെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് രച്ചുട്ടി പറിച്ചു നട്ട ചീരയാണ്. അപ്പോൾ സമയം കഴിഞ്ഞു പോയി. ആ ചീരയൊന്നും പറിച്ചു നട്ടിട്ട് കാര്യമില്ല. 4 ഇലയാകുമ്പോൾ പറിച്ച് നടണമല്ലോ. അപ്പം നട്ടപ്പോൾ കുറച്ച് താമസിച്ച് പോയി, ആവില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ തടത്തിൽ ചീര നടണ്ട കേട്ടോ, ചീര നട്ടിട്ടുണ്ടെങ്കിൽ വളമിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചീര അത്ര നിൽക്കില്ലല്ലോ. ഞാനങ്ങ് നട്ടു. പക്ഷേ എന്തായാലും കുറേ ചീര കിട്ടിട്ടോ. മുഴുവൻ പറിച്ച് നട്ടേക്കാന്ന് തോന്നി. ചീര വിളവെടുത്തപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഇനി ചീരയൊക്കെ പറിച്ച് നടാനും കഴിക്കാനും തോരൻ വെക്കാനും ഒക്കെ ആയിട്ട് വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷമായി. ഇങ്ങനെയൊക്കെ നട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ ഫലങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. ചേട്ടാ ഇത് ഈ തട എല്ലാം ഇളക്കി വളമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ലാസ്റ്റത്തെ പരിപാടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള ചെടികളൊക്കെ കാണാം. എല്ലാവർക്കും കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ നടാനും ഒക്കെ. പക്ഷെ നമുക്ക് എന്താ പ്രധാനം വേണ്ട, വെള്ളം വേണം, വളമൊക്കെ ഇടാനുള്ള സൗകര്യങ്ങൾ വേണം, അങ്ങനെയൊക്കെ വേണം കൃഷിയൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇവിടെ തറവാട്ടിൽ കുഴൽക്കിണറുള്ളതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് നമ്മൾ പച്ചക്കറി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും കാലം ഈ സ്ഥലത്തൊന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ പിള്ളേർ, ഏറ്റവും ചെറിയ പിള്ളേർ കൊച്ച് സൈക്കിളൊക്കെ കയറിയിരിപ്പുണ്ട് കേട്ടോ. ചേട്ടൻ അങ്ങനെയാണ്, പിള്ളേരുടെ സൈക്കിളാണ് അതിൻ്റെ അകത്ത് കയറിയിരിക്കും. ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചാടി ഇറങ്ങി ഓടി പോകുമായിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരന് മടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ കൂടുതൽ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ സൈക്കിൾ ഓടിക്കാവോ അറിയത്തില്ല. ഇത് കണ്ട നമ്മുടെ പേച്ചിൽ പൂവിട്ടു. അപ്പോൾ ലച്ചുട്ടിക്ക് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. നമ്മുടെ പാവൽ അതിലൊരു കുഞ്ഞു പാവയ്ക്ക, ലച്ചുൻ്റെ ചിരി കണ്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ. നമ്മുടെ തക്കാളിക്ക് എന്തോ ഒരു അസുഖമുണ്ട് ഗൈസ്. കണ്ടിട്ട് നല്ല ഉഷാറായിട്ട് അത്രയും ബുദ്ധി വന്നാൽ എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ